ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഫെബ്രുവരി മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ ചിങ്ങക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിപൻ സൂര്യൻ, ആ സൂര്യൻ ഫെബ്രുവരി 12-ന് 6-ാം ഭാവരാശിയിൽ നിന്ന് 7-ാം ഭാവരാശിയിലേക്ക് മാറുന്നു. ചൊവ്വയാണെങ്കിൽ 11-ൽ നിൽക്കുകയാണ്. ഫെബ്രുവരി 23 വരെ ആ ചൊവ്വാഗ്രഹം വക്രത്തിലായിരിക്കും. അതിനുശേഷം ആ ചൊവ്വ നേർസഞ്ചാരത്തിൽ വരുന്നു 11-ൽ. ബുധനാണെങ്കിൽ ഫെബ്രുവരി 11-ന് 6-ൽ നിന്ന് 7-ലേക്ക് രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ 10-ൽ സ്ഥിതി തുടരുന്നു. ആ 10-ൽ ഫെബ്രുവരി 4 വരെ വക്രത്തിലും അതിനുശേഷം ആ ഗുരു നേർസഞ്ചാരത്തിലുമായിരിക്കും. ശുക്രനാണെങ്കിൽ അഷ്ടമത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്ന സമയമാണ്. ശനിയാണെങ്കിൽ 7-ൽ സ്ഥിതി തുടരുന്നു. രാഹു അഷ്ടമത്തിലും കേതു 2-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിങ്ങക്കൂറുകാരുടെ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിപൻ 6-ലും 7-ലും സഞ്ചരിക്കുന്ന സമയമാണ് ഫെബ്രുവരി മാസം. അപ്പോൾ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് ആഹാരത്തിൽ ശ്രദ്ധിക്കണം. 2-ലൊക്കെ കേതു ഉള്ള സമയമാണ്. ഇപ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയൊക്കെ കഴിയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ അല്പം ആശ്വാസമൊക്കെ ഉണ്ടാകും. ജന്മരാശിയാധിപൻ സൂര്യൻ 12-ന് 7-ലേക്ക് രാശി മാറി ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ രാശിയാധിപൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവസാനത്തെ പകുതി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും. ഇപ്പോൾ ശനിയുടെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട്. ശനി 6-ാം ഭാവാധിപനും കൂടെയാണ്. അതുപോലെ അഷ്ടമത്തിൽ രാഹു ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്രകളിൽ, ദൂരയാത്രകളിൽ, ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. ചിലർക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി. ഈ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാണ്. 8-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10-ൽ നിൽക്കുന്ന സമയവുമാണ്. ആ ഗുരുവും ശുക്രനും ഒക്കെ 8-ഉം 10-ഉം ഭാവരാശികളുടെ അധിപന്മാരായിട്ടുള്ള ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിൽ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകും. ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും ഒക്കെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാകാമെങ്കിലും തൊഴിലിൽ അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. അതായത് പെട്ടെന്നുള്ള സ്ഥാനക്കയറ്റം. ഒരു ഓർഗനൈസേഷൻ ലെവലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ഒരു നേതൃത്വ പദവി, ലീഡർഷിപ്പ് പദവിയിലൊക്കെ അവർക്കൊരു സ്ഥാനക്കയറ്റം, സാലറി ഹൈക്ക്, ഇഷ്ടസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, ഇതൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ദേശീയം അപകാരമൊക്കെ അനുകൂലമാണെങ്കിൽ. അതുപോലെ റിസർച്ച് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, സയൻറ്റിസ്റ്റുകൾ, ഇൻഷുറൻസ് വർക്കേഴ്സ്, അക്കൗണ്ടൻറ്റ്, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആർക്കിയോളജിയിൽ, അതുപോലെ എൻക്വയറി ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തൊഴിലിടത്ത് ഉണ്ടാകാം. അതേസമയം ഇപ്പോൾ നടക്കുന്ന ദശ അല്ലെങ്കിൽ അപകാരം, അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതല്ല എങ്കിൽ തൊഴിലിടത്ത് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു സഹകരണക്കുറവ് പെട്ടെന്നുണ്ടാകും. എന്തെങ്കിലും തടസ്സങ്ങൾ തൊഴിലിൽ വരും, അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ വർക്കിൽ ആത്മാർത്ഥതയും കാര്യക്ഷമതയൊക്കെ
ഉണ്ടായിട്ടും നമുക്ക് പ്രതീക്ഷിച്ചൊരു ഫലം കിട്ടുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇപ്പോൾ ദശാപകാരമൊക്കെ ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ചിലർക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും ഉയർന്ന ഒരു പൊസിഷൻ, ആ പൊസിഷനിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ വന്നു എന്ന് വരാം. അത് ചിലപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ അവധിയിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ള അവധിയിലൊക്കെ വരുന്ന സമയമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ജോലി, അതിൻ്റെ അഡീഷണൽ ബേർഡൻ ചിലപ്പോൾ ഈ സമയത്ത് ഈ കൂറുകാരുടെ കയ്യിൽ വന്നുപെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിൽ അന്വേഷകർക്ക് അല്പ ഹാർഡ് വർക്കൊക്കെ വേണ്ടുന്ന സമയമാണ്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വലിയ പ്രയാസങ്ങൾ കാണുന്നില്ല. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ ഗുണാനുഭവം കൂടും. കാരണം 7ാം ഭാവാധിപൻ 7 തന്നെ നിൽക്കുന്ന സമയമാണ്. അതുപോലെ ബിസിനസ്സിൽ എക്സ്പാൻഷനും ബിസിനസ്സിൽ മറ്റ് നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അവസാന പകുതിയൊക്കെ ആകുമ്പോൾ അല്പം കെയർ വേണം. കാരണം അവിടെ രവി വരുന്നുണ്ട്, ശനി രവിയുമായിട്ട് യോഗം വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ശനിക്ക് സൂര്യൻ്റെ സാന്നിധ്യമൊക്കെ വരുമ്പോൾ ഒരു മൗഢ്യമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈഗോ ഇഷ്യൂസൊക്കെ ഈ പാർട്ട്നേഴ്സിനിടയിലൊക്കെ വരാം. പക്ഷേ അത് ബിസിനസ്സിനെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനകാരകനാണ് ഗുരു. ആ ജ്ഞാനകാരകനായിട്ടുള്ള 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അത് 10ൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ കേന്ദ്രസ്ഥാനത്ത് 7ലേക്ക് വരുന്നുണ്ട്. രവിയും ബുധനുമായിട്ടുള്ള യോഗമൊക്കെ ഉള്ള സമയമാണ് 7. ജന്മരാശിയിൽ രവിയുടെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. ഇവയൊക്കെ നമുക്ക് ഈ പഠനത്തിന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് അവർക്ക് നല്ല പെർഫോമൻസ്, ഉയർന്ന ഗ്രേഡ് ഇവയൊക്കെ കരസ്ഥമാക്കാൻ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ഇപ്പോൾ വീക്കായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ നടത്തി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. അതുപോലെ ഉന്നത പഠനം, ഗവേഷണം ഇവകളിലൊക്കെ കേന്ദ്രീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും സാധ്യതയുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ഉം 11ഉം ഭാവാധിപൻ 11 മുതൽ 7ലേക്ക് മാറുന്നുണ്ട്. 2ഉം 11ഉം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ 11ാം തീയതി മുതൽ 6 നിന്ന് 7ലേക്ക് മാറുന്നു. അപ്പോൾ ധനസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, അതുപോലെ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. 2ൽ കേതുവിൻ്റെ സ്ഥിതി ഉണ്ടെങ്കിൽ തന്നെയും ശുക്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ആ 2ൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ശുക്രനും ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഇവയൊക്കെ തന്നെ നമുക്ക് സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ചിലർക്ക് നമുക്ക് ഈ അവർ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് ധനാഗമം ഉണ്ടായെന്ന് വരാം. അത് ചിലപ്പോൾ ലോട്ടറി വഴിയാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബമോ ജീവിത പങ്കാളി വഴിയോ ഒക്കെ ആകാം. ഇൻഷുറൻസ് ക്ലെയിം ഉള്ളവർക്ക് അത് സെറ്റിൽ ചെയ്ത് കിട്ടുക വഴി പണം കൈവശം വരാം. ചിലപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയും ചില നേട്ടങ്ങൾ ചിലപ്പോൾ ഈ കുറുവാർക്ക് ഉണ്ടായെന്ന് വരാം. അതേസമയം നമ്മൾ മണി ട്രാൻസാക്ഷനിൽ അല്പം ശ്രദ്ധിക്കണം. റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഈ സമയത്ത് അനുകൂലമല്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി പൊതുവെ അനുകൂലമാണ്. 7ാം ഭാവാധിപൻ 7ൽ തന്നെ നിൽക്കുന്ന സമയമാണ്. അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ആ 7ലേക്ക് സൂര്യൻ വരുന്നു, ബുധൻ വരുന്നു. അതുപോലെ തന്നെ ആ ശനിയും സൂര്യനുമൊക്കെ 7ൽ യോഗം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആ 7ാം ഭാവാധിപനായിട്ടുള്ള ശനിക്ക് ഒരു മൗഢ്യമൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ വിവാഹം ആലോചിക്കുന്നവർ പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആലോചനകളിലൊക്കെ ഒരു കെയർ വേണം. മാത്രമല്ല നമ്മൾ ശനിയും സൂര്യനും ഒക്കെ തന്നെ ശത്രുഗ്രഹങ്ങളും കൂടെയാണ്. അതുപോലെ ശുക്രനാണെങ്കിൽ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു. രാഹുവുമായിട്ട് ആ ശുക്രന് യോഗമുണ്ട് 8. അതൊക്കെ നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടതിനെ ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ 5th ലോർഡ് 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഫെബ്രുവരി 4 മുതൽ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ പ്രണയ ബന്ധം, പ്രണയ ചിന്തകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ചിലർക്കാണെങ്കിൽ ഈ തൊഴിലിടത്ത് ചിലപ്പോൾ പ്രണയബന്ധം ഉണ്ടാകാം. അതിനൊക്കെ സാധ്യതയുണ്ട്. 5 ഈ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അല്പം ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ആദ്യ പകുതി ഓക്കെയാണ്, വലിയ പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും അവസാനത്തെ പകുതി ആ സൂര്യനും ശനിയുമായിട്ടുള്ള യോഗമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട്. മാത്രമല്ല ശുക്രനാണെങ്കിൽ രാഹുവുമായിട്ടൊക്കെ ഒരു യോഗമുണ്ട് 8. ഇപ്പം ശുക്രനാണെങ്കിൽ ഉച്ചസ്ഥിതനുമാണ്. ഇപ്പം ശുക്രൻ പ്രത്യേകിച്ച് ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ, ശുക്രന് ബലം കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള ആ സൗഹൃദങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഭോഗാസക്തിയൊക്കെ കൂടാൻ സാധ്യതയാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ എതിർലിംഗക്കാരുടെയൊക്കെ ചതിയിലൊക്കെ പെടാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു കെയർ വേണം. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2 ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയുണ്ട്. കേതു ഉണ്ടെങ്കിലും അവിടെ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. 4 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ശനിയുടെ ദൃഷ്ടിയും 4 വരുന്നുണ്ട്. ഇപ്പോൾ 2 ആ കേതു എന്ന് പറയുന്നത് ചെറിയ ഒരു സംതൃപ്തിക്കുറവൊക്കെ ഉണ്ടാക്കാം. എങ്കിലും അവയൊക്കെ നമുക്ക് പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. ഇപ്പോൾ നമുക്ക് വീട് പുതുക്കുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനോ ലക്ഷറി ഐറ്റംസും ഇവയൊക്കെ വാങ്ങുന്നതിനൊക്കെ അനുകൂല സമയമാണ്. സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ചിലർക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഇൻഹെറിറ്റൻസ് വഴി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു സ്വത്തിൻ്റെ ഒരു വിഹിതമൊക്കെ കിട്ടുന്നതിനുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 2 പ്രത്യേകിച്ച് ഈ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. ഇപ്പോൾ 2 കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുക്കണം. എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അവയൊക്കെ നമുക്ക് പരിഹരിച്ചു പോകാൻ കഴിയും. ഫെബ്രുവരി 2, 3, 11, 12, 25, 26 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ചിങ്ങക്കുറുകാർ അവരുടെ ഈ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. ഇപ്പം ചിങ്ങക്കുറിൽ പെടുന്ന എല്ലാവർക്കും ചിങ്ങലഗ്നമല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. ചിലർക്ക് ചിങ്ങലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരുന്ന ചിങ്ങക്കൂറുകാർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം. അപ്പോൾ അവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും. മാത്രമല്ല നമ്മൾ ഈ കൂറിനേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറഞ്ഞ ലഗ്നത്തിനാണ്. അപ്പം ലഗ്നരാശി ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.